ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 4:30 മണിയായപ്പം അടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേന് 3 കിലോ ചിക്കൻ ബിരിയാണി കൊടുക്കാൻ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ 2-3 കാറ്ററിങ് നമ്മളെ കിച്ചൺ വർക്ക് നടക്കുമ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞപ്പം ഞാനത് ഏറ്റെടുത്ത്. ഇപ്പോൾ തിളപ്പിച്ച് വെട്ടിങ്ങാണ്ട് കേട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പ് കത്തിച്ചുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചിക്കണമെങ്കിൽ നമ്മളെ മസാലകളൊക്കെ കുക്കറിൽ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഒറ്റ വിസിലടിക്കുമ്പോൾ അതങ്ങോട്ട് താന്ന് പോകും. അപ്പോൾ ഞാൻ കുക്കർ മാറ്റാനൊന്നും നിന്നിട്ടില്ല, അതിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുകൊണ്ട് നമുക്ക് 2 വിസിലിന് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ബിരിയാണി വെക്കൽ ഒരു പാടേ ആവില്ല കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ ബിരിയാണീൻ്റെ മസാലയൊക്കെ എന്താ പറയുക, ഉള്ളിയും തക്കാളിയൊക്കെ കണ്ട് താന്ന് പോയിക്കണം. അപ്പോൾ ഇനി വേറെ ചെമ്പൊക്കെ ഇട്ടുങ്ങാണ്ട് വാട്ടിയെടുക്കുക. പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പീസ് നമ്മളെ വീഡിയോയിൽ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും കേട്ടോ. മസാല ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ അപ്പുറത്ത് ഞാൻ മക്കൾക്ക് വൈകുന്നേരം ആക്കണമല്ലോ അവർക്ക് ചായ കൊടുക്കും. അപ്പം ന്യൂഡിൽസ് ഉണ്ടായി അതുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതൊക്കെ ഉറങ്ങി നീച്ച എന്താ പറയുക ആ ഇതിലാണ്. അപ്പം ഉറക്കശീലമൊക്കെ മാറണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ പിന്നെ നൂഡിൽസ് ഇഷ്ടമാണ്. നൂഡിൽസ് ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ അല്ലേ. അത് കേടാണെന്നാലും എല്ലാ മക്കൾക്കും അതിനോട് നല്ല താല്പര്യം ഇക്കാരം. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണം. ഈ പണിൻ്റെ ഇടയിലേക്ക് നല്ല മഴ കേട്ടോ. പുറത്ത് നല്ല തകൃതമായ മഴയും ഇടിയും എന്താ പറയുക കാറ്റും ഒക്കെ പാടെ നടക്കുകയാണ്.
നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ. അപ്പം ഇനി കുറച്ച് ക്ലീനിങ്ങൊക്കെ ബാക്കിയുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ എന്താ പറയുക, ഒരു ഗ്ലാസ് ചായയും കൂടിയും കുടിച്ചാലേ കുറച്ച് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചായയൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിക്കണേ. അപ്പം ഞാൻ ഒറ്റ ഗ്ലാസ് ചായയൊക്കെ കുടിക്കട്ടെ. അങ്ങനെ ചായയുടെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു കേക്കും കൂടിയും കൊടുക്കാണ്ട്, അതും പാക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.